ആദ്യമായി തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും പ്രത്യക്ഷണത്തിന് സാക്ഷി ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോൺസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്ഥലം കോഴിക്കോട് കട്ടിപ്പാറ ഇടവകാംഗമാണ്. ഉടമ്പടിയോടനുബന്ധിച്ച് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം എൻ്റെ ജോലിയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവിടുത്തെ ക്രിസ്തു ജയന്തി കോളേജ്, അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റിലാണ്. സോ ഡിഗ്രി ഞാൻ അവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം തേർഡ് ഇയർ ആയപ്പോൾ, ഞങ്ങളുടെ ഫൈനൽ ഇയർ ആണ്, അപ്പം തേർഡ് ഇയർ ആയപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ പ്ലേസ്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഞങ്ങളുടെ സാറ് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പം ഞാൻ BComൻ്റെ കൂടെ ACCയും കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഡിഗ്രി കഴിയട്ടെ, ജോലി ഇപ്പോൾ വേണ്ട, ACCയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് നോക്കാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എന്തായാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിന് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഞാനും അത് ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ടു. എന്നിട്ട് രജിസ്റ്റർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ സാറിനെ പോയി കണ്ടു, അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു, റോൺസ് ഫില്ല് ചെയ്ത ഡെഡ് ലൈൻ കഴിഞ്ഞു, 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് അത് ഫില്ല് ചെയ്തത്, സോ ഇതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, കാരണം ജോലി അപ്പം എൻ്റെ കൺസേൺ അല്ലായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴേലും ജോലി ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ACCയെ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ACCൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടും ACCയെ പഠിക്കാം, കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി, കുറച്ചുകൂടെ സമയം മാറ്റി വെച്ചാൽ മതി, ജോലിൻ്റെ കൂടെ തന്നെ ACCയെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എന്താ പറയുക, ACCയെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആവും. അപ്പം അത് കുറച്ചുകൂടെ നല്ലതാണ്, ഒരു ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താ പറയുക, ഞാൻ എൻ്റെ പ്ലേസ്മെൻറ്റ്സിൽ ഞാൻ രജിസ്റ്റേർഡ് അല്ലായിരുന്നു. സാറ് പറഞ്ഞത് ഞാൻ അപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറയണം, ഞാൻ ജോലി നോക്കുന്നുണ്ട് എന്നൊക്കെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ആ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തു. അതൊരു ഓസ്ട്രേലിയൻ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതെനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പാക്കേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പം ഞാൻ ചുമ്മാ അതിനൊന്ന് കൊടുത്തിട്ടു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അച്ഛനമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് കൃപാസന മാതാവിൽ അത്ര വലിയ വിശ്വാസമില്ലായിരുന്നു. കാരണം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്, എല്ലാ പള്ളിയിലും മാതാവുണ്ട്, എല്ലായിടത്തും മാതാവിൻ്റെ രൂപങ്ങളുണ്ട്, ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ, ഏതെങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരാണ് പറഞ്ഞത്, അവരെനിക്ക് ഉടമ്പടിയെ പറ്റി ആദ്യം പറഞ്ഞു തന്നു, പക്ഷെ ഞാനത് അത്ര മൈൻഡാക്കിയില്ല. ഈ ജോലി ഇതിന് കൊടുത്തിട്ടതിന് ശേഷം, ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇത് അവരുടെ കൂടെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ചെയ്തതെല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറയുക, കൊടുത്തിട്ടിട്ട് എൻ്റെ ആദ്യത്തെ റെസ്പോൺസ് വന്നതൊരു ചൊവ്വാഴ്ചയാണ്. നമുക്കറിയാം, ഇവിടെ അച്ഛൻ ധ്യാനം അപ്ലോഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വന്നത് ചൊവ്വാഴ്ചയാണ്. എൻ്റെ ഇൻ്റർവ്യൂ നടന്ന ചൊവ്വാഴ്ചയാണ്. അങ്ങനെ എൻ്റെ ജോബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ അതെനിക്ക് വലിയൊരു അടയാളമായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ആ ജോലി കിട്ടി. എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ്, എന്നെക്കാട്ടും നല്ല മാർക്കുള്ള, എന്നെക്കാട്ടും നല്ല ലാംഗ്വേജ് ഉള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവർക്കൊന്നും എൻ്റെ അത്രയും ഈ ഒരു പാക്കേജിലോ ഞാൻ ചെയ്യുന്ന അത്രയും എൻ്റെ ഒരു വർക്ക് ലൈഫ് കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഭയങ്കര ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്. ഒരു ഫിക്സ്ഡ് അവേഴ്സ് ഉണ്ട്, എനിക്ക് ഒരു 9 അവേഴ്സ് മാത്രം വർക്ക് ചെയ്താൽ മതി. പക്ഷേ ഞാൻ നോക്കുമ്പം എന്നെക്കാട്ടും മെറിറ്റുള്ള എത്രയോ പേര് എന്നെക്കാട്ടും സഫർ ചെയ്താണ് അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്കറിയാമോ, ഓൾമോസ്റ്റ് 20 അവേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് മനസ്സിലായി. അപ്പം എനിക്ക് കുറച്ചുകൂടി ഉടമ്പടിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഇവിടുത്തെ പേപ്പറൊക്കെ ആയിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് ഞാൻ തിരിച്ചു പോയത്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമതായി, പെട്ടെന്നായിരുന്നു ജോലി കിട്ടിയത്. അപ്പം ഞാൻ അവിടുത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ആദ്യം താമസിച്ചത്. അവർ 2 പേരായിരുന്നു, ഒരു 2 BHK 2 റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ് അവരും എടുത്തത്. ഓരോ റൂമിലും ഓരോ ആൾക്കാർ, അത് ഒക്യുപ്പൈഡായി. ഞാൻ ആദ്യം ഹാളിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഹാളിൽ കിടക്കുമെന്ന രീതിയിൽ ഞാൻ സമ്മതിച്ചു. പിന്നെ എൻ്റെ ജോലി ടൈം നോക്കുമ്പം ഓസ്ട്രേലിയൻ ബാങ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ രാവിലെ 2 മണി 3 മണിക്കൊക്കെ എൻ്റെ ജോലി തുടങ്ങും. അപ്പം എനിക്കെന്താ അത് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. എന്താ പറയുക, ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ശരിക്കും അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ നിലവിലുള്ള അഗ്രിമെൻറ്റ് കഴിയുമ്പം എനിക്ക് ഒറ്റയ്ക്കൊരു റൂം, ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന
കോളേജിനടുത്താണ്, അതിന് തൊട്ടടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. എനിക്ക് ആ പള്ളിയോട് ചേർന്ന് എനിക്കൊരു റൂം വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഡേറ്റ് ഇട്ടു, ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിന് മുമ്പായിട്ട് എനിക്കൊരു റൂം വേണം, ഇത്രയാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റെൻറ്റ് എന്നൊക്കെ ഞാനൊരു ഡെയിലി ബ്രെഡ് കൂടുമ്പം അച്ഛനിങ്ങനെ പറയുമായിരുന്നു, ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞാനിങ്ങനെ ഡോക്യുമെൻ്റ് ഒന്നുമില്ല, അഗ്രിമെൻ്റ് ഒന്നുമില്ല, അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ അതിലിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഡെയിലി ബ്രെഡ് ഞാൻ അങ്ങനെയായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് 10 ആയപ്പോഴത്തേക്കും ഒരു റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ എന്നെ വിളിച്ചു, ഇങ്ങനൊരു ഒഴിവുണ്ട്, വരാൻ റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് കിട്ടി വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ ചോദിച്ച പോലെ തന്നെ പള്ളിയോട് ചേർന്ന് എനിക്കൊരു റൂം മാതാവ് തന്നു. മൂന്നാമതായിട്ട് ഞങ്ങൾ വീട്ടിലേക്കൊരു വണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചധിക കാലമായി ഞങ്ങൾ നോക്കുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊരു ഏജൻറ്റ് ത്രൂ കോൺടാക്ട് ചെയ്തു. അപ്പം പല പല വണ്ടീസിൻ്റെ ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അവർ പറയുന്നത് ജെനുവിൻ ആണോ അല്ലയെന്ന് നമുക്കറിയില്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അടയാളം, മാതാവിന് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി ബ്രെഡിൽ ഞാനിങ്ങനെ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, ഒരു ഇന്ന മോഡൽ വണ്ടി ഇത്ര കിലോമീറ്ററിനുള്ളിൽ എന്ന് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അതും ഞാൻ ഉപ്പൊക്കെ ഇട്ടാണ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കൊരു ദിവസം ഒരു ആഷ് സിൽവർ കളറിൽ മാതാവിൻ്റെ അതേ കളറിലൊരു വണ്ടീൻ്റെ ഒരു ഫോട്ടോ ഏജൻറ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പം ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയി. ആ വണ്ടി മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പിന്നെ വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യം ഞാൻ ചോദിച്ചായിരുന്നു. ഈ മാതാവിനോട് ഞാൻ ഡെയിലി ബ്രെഡിൽ അത് ഞാൻ എഴുതിയിട്ടു. ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് രാവിലെ 2 മണി 3 മണി, അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പം എനിക്ക് നേരത്തെ എണീക്കണം. അങ്ങനെ കുറച്ച് എൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, മാധവനോട് ഇങ്ങനെ ചോദിച്ചു, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഞാനിങ്ങനെ മാധവനോട് ഇങ്ങനെ ചോദിച്ചു. ഡെയിലി ബ്രെഡിൽ ഞാൻ എഴുതിയിട്ടു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് പ്രകാരം, കാരണം എൻ്റെ ഓഫീസിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വർക്ക് ഫ്രം ഹോം ഉണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ് ഇല്ലാത്തത്. അപ്പം ഞാനത് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് അതും മാതാവ് എനിക്ക് നൽകാൻ അനുഗ്രഹിച്ചു. എനിക്കിപ്പോൾ ഓഫീസിൽ പകുതി ദിവസം പോയാൽ മതി. ഒരു മാസത്തിൽ 20 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 10 ദിവസം മാത്രം അവിടെ നിന്നാൽ മതി. ബാക്കി 10 ദിവസം എനിക്ക് വീട്ടിൽ വരാം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം, ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ അവിടുത്തെ പള്ളികളിലൊക്കെ പോയി എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു. നാട്ടിലാണെങ്കിൽ ഇവിടുത്തെ അങ്ങാടികളിലൊക്കെ പോയിട്ട് ഞാൻ ആൾക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അവിടെ വഴി കാണുന്നവർക്ക് ഞാൻ വഴിയിൽ സൈഡിലുള്ളവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സാലറിയിൽ നിന്നൊരു കുറച്ച് തുക ഞാൻ മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ചേച്ചി ഞാൻ സാമ്പത്തികമായിട്ട് മാസത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മാറ്റിവെച്ച് ഞാൻ ആ ചേച്ചിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ കോളേജിൽ പോയപ്പോൾ തൊട്ട് ഞാനത് മുടക്കാറില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് ഇതുവരെയും ഞാൻ മുടക്കിയിട്ടില്ല. അതിനോടുകൂടെ തന്നെ ഞാൻ ബൈബിൾ വായന 1/2 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും വായിക്കും. പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോവും. ഞായറാഴ്ചകളിലാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പോവും. ഇപ്പം ഞായറാഴ്ച ഷിഫ്റ്റ് വരികയാണെങ്കിലും ഷിഫ്റ്റ് കഴിഞ്ഞ് വൈകുന്നേരം എവിടെയാണോ കുർബാന ഉള്ളത് അവിടെ വരെ ഞാൻ പോയി കുർബാന കൂടിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും ദൈവമാതാവിനും നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 32, 33 തിരുവചനങ്ങൾ. ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. റോൺസ് എന്ന ഈ മകൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൻ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. കൃത്യമായും ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയെ സമീപിക്കുന്നതിന്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മകൻ്റെ ആസ്തി വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ അനുസരണയോടുകൂടി മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് അവർക്ക് കീഴ്വഴങ്ങി എപ്പോഴും ഈശോയോടുള്ള ആ സ്നേഹം നിലനിർത്തി പോന്ന ഒരു മകനാണ്. അതുകൊണ്ട് തന്നെ 23-ാമത്തെ വയസ്സിൽ ഈ മകനെ അവൻ ആഗ്രഹിച്ചതെല്ലാം, അവൻ എന്തൊക്കെ എഴുതി പരിശുദ്ധാമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു അതെല്ലാം ഈ മകനെ ലഭിച്ചു എന്നാണ് മകനേറ്റു പറയുന്നത്. വഴിതെറ്റിപ്പോകാവുന്ന ഒരു പ്രായത്തിൽ അതിനു മുൻപ് തന്നെ ഈശോയെ സ്വന്തമാക്കി, ഈശോ ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി എന്ന് വ്യക്തമാക്കുന്ന ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം.
സാക്ഷ്യ സ്ഥിരീകരണത്തിനായി കൗണ്ടറിൽ വന്നപ്പോൾ ഈ മകനോട് ചോദിച്ചു, മകന് ജോലി കിട്ടിയല്ലോ, പിന്നെ എന്തിന് ഉടമ്പടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഈ മകൻ്റെ ഉത്തരമാണ് ഈ ഉടമ്പടിക്കുള്ള ഡെഫിനിഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഉടമ്പടി എടുത്തത് ഈശോയെ സ്നേഹിക്കാൻ, കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്, എൻ്റെ കാര്യങ്ങളുടെ സാധ്യതയ്ക്ക് വേണ്ടിയല്ല എന്നുള്ള ഒരു 100 മാർക്കിൻ്റെ ഉത്തരമാണ് ഈ മകൻ പറഞ്ഞത്. ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് തോന്നണം എന്ന് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തികളിൽ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് തോന്നണം. അപ്പോഴാണ് ഈശോ നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന ഗ്രേഡിലേക്ക് നാം കയറുക, പ്രൊമോഷൻ കിട്ടുക എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും വളരെ അടയാളം എന്നോണം ഈ മകൻ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നു. മകന് വളരെ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയായപ്പോൾ ഒരു ഹോളിലാണ് മകന് ജോലി കിട്ടിയപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഡെയിലി ബ്രെഡിൽ മകൻ ഉപ്പിട്ട് എഴുതി വെച്ചു, അമ്മേ എനിക്കൊരു നല്ല റൂം സൗകര്യം വേണം. വളരെ പെട്ടെന്നായിരുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 എന്നൊരു ഡേറ്റ് ഇട്ടപ്പോൾ അതിനു മുൻപ് ആഗ്രഹിച്ച സമയത്തിന് മുൻപ് തന്നെ ഈ മകനെ ആവശ്യങ്ങളിൽ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ സാമീപ്യം നൽകി, ഞാൻ തന്നെയാണ് നിനക്കൊരു കാറ് നൽകുന്നത്, എൻ്റെ തന്നെ കളറിലുള്ള ഒരു കാറ് ഞാൻ നിനക്ക് നൽകുന്നു. അങ്ങനെ ഈ മകനെ എപ്പോഴും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് കൂടെ നടക്കുന്ന ഒരു നല്ല സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഏറ്റവും ആദ്യമായി ഈ മകൻ ആഗ്രഹിച്ചത് എനിക്ക് പള്ളിയോട് ചേർന്ന് വേണം, കാരണം എനിക്ക് ദിവ്യബലി മുടക്കാൻ ആഗ്രഹമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റികളാണ് ഈ മകൻ എടുത്തു പറഞ്ഞത്. ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നത് നമുക്കൊന്നിനു വേണ്ടി മാത്രമായിരിക്കണം. എനിക്ക് നൽകിയ കഷ്ടതകളിൽ, എനിക്ക് നൽകിയ സഹനങ്ങളിൽ, എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നുവോ, അത് എൻ്റെ വിഷയത്തിന് ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നു. എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഏറ്റുപറച്ചിലാണെന്നും ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഞാനെല്ലാം ചെയ്യുന്നതും എന്ന് ഈശോയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 100 മാർക്ക് ആവുകയായി, 100 മാർക്ക് ലഭിക്കും. റോൺസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ജോലിയില്ലാത്ത എല്ലാ യുവതിവാക്കളെയും മക്കളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.